അൽമാട്ടി നഗരത്തിലെ പ്രശസ്തമായിട്ടുള്ള ഗ്രീൻ ബസാറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളെല്ലാം മിസ്സ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ വന്നത് നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം, നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്, ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം, അങ്ങനെ ഉള്ള ഒരു മൈൻഡിലാണ് നമ്മൾ വന്നത്. ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ അവർ ജ്യൂസൊക്കെ ആക്കി തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫ്രഷായിട്ട് വെള്ളമോ വേറെ പഞ്ചസാരയോ ഒന്നും ചേർക്കാണ്ട് തരും. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് ഉണക്കമുന്തിരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ആപ്രിക്കോട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സംഭവമായിരുന്നു കേട്ടോ. 1857 ഈ മാർക്കറ്റ് ഇവിടെ തുടങ്ങുന്നത്. പണ്ട് കാലത്ത് ആ സെൻട്രൽ ഏഷ്യയിൽ ആ ഒരു കച്ചവടം നടന്നിരുന്ന സമയത്ത് ഈവൻ ജപ്പാനിൽ നിന്ന് വരെ ഇവിടേക്ക് ആൾക്കാർ കച്ചവടത്തിനായിട്ട് വന്നിരുന്നു എന്നതാണ് ചരിത്രം. ഇവിടെ എത്തിപ്പെടാനായിട്ട് നമുക്ക് ടാക്സി ആശ്രയിക്കാവുന്നതാണ്. ടാക്സി ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു നഗരം എന്ന് പറയുന്നതാണ് അൽമാട്ടി. ഇവിടെ ഒരുപാട് ടാക്സി ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താം. ഇത് വൈകുന്നേരം 7 മണി വരെയാണ് ഈ മാർക്കറ്റിൻ്റെ സമയം കേട്ടോ. ഇവിടെ അച്ചാറും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. സ്ട്രോബെറിയൊക്കെ ഇത്രയും ചീപ്പായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇവിടുത്തെ കറൻസി ടെങ്കയാണ്. പക്ഷേ മറ്റു വെജിറ്റബിൾസൊക്കെ കോസ്റ്റ്ലിയാണ്. ഈ മാർക്കറ്റിൽ തന്നെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ഈ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സോവിനിയേഴ്സും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. മാഗ്നറ്റ് പോലുള്ള സംഭവങ്ങൾ, അല്ലാത്ത ഇവിടെ കസാക്കിസ്ഥാനിലെ ചെറിയ ഒരു ടെൻറ്റിൻ്റെയൊക്കെ മാതൃകയൊക്കെ നമുക്കിവിടെ വാങ്ങാം.